നമ്മുടെ വഴി കമ്പനി എടുത്ത് മാറ്റാം. അവിടെ നിന്ന് ഇതാക്കി മോട്ടറിലായാ അയാ നീ വെക്കല്ലേട്ടാ, നാളെ വെക്കല്ലേ. നടപടി എല്ലാം സൗണ്ട് എത്രയും പറഞ്ഞിട്ടാ പോയി. ഫൈനാക്കുന്നുണ്ടെങ്കിൽ 25,000 രൂപ 25,000 വെയിറ്റ്. നിങ്ങൾ ആര് പറഞ്ഞാലും കാര്യമില്ല. മാറ്റി കഴിഞ്ഞാൽ ഇന്റർവ്യൂ കൊടുക്കാം. ആദ്യം മാറ്റി നിന്റെതോ കച്ചവടാക്കില്ല. ഇനി അവനെ നാളെ വെച്ചിട്ടെങ്കിൽ ഇന്ന് തീർക്കാനില്ല. മുൻകൂട്ടിയൊന്നും ഓർഡർ മുൻകൂട്ടിയൊന്നും ഒന്നും പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ഇത് എടുക്കൂല സാറേ. ഞാൻ എടുത്തു മാറ്റും. ഞാൻ എടുത്തു മാറ്റുന്നില്ല പറഞ്ഞു. ക്ലാസ് കൊണ്ട് കേസായിക്കോട്ടെ. നമുക്ക് പ്രശ്നം കേസ് അവിടുന്ന് ഇവിടം വരെ എല്ലാവരും മാറ്റി. നിങ്ങളൊന്ന് മാറ്റി കൊടുക്കുക. അവിടുന്ന് ഇവിടം വരെ എല്ലാവരും മാറ്റി. പിന്നെ നിങ്ങൾ മാത്രം ഇങ്ങനെ സംസാരിക്കുന്നത്. എന്തായാലും എല്ലാ പ്ലാസ്റ്റിക് അല്ലാത്ത എല്ലാ പ്ലാസ്റ്റിക് തന്നെ. ഇന്നലെ സാധനം നിങ്ങൾ ബേക്കറി പോയി പരിശോധിച്ചാ, മറ്റുള്ള ഷോപ്പുകളിൽ പരിശോധിച്ചു. ഇപ്പൊ പ്ലാസ്റ്റിക് ഇപ്പൊ എടുത്തിട്ട് പോയില്ലേ അവര്. മൊത്തത്തിൽ ഇവിടെ ലോഡ് കണക്കിന് സാധനം വരുന്നുണ്ട്. കണ്ണൂട്ടാണ് മൊത്തത്തിൽ കേരളത്തിൽ മൊത്തത്തിൽ. അപ്പൊ അതെല്ലാം പിടിക്കപ്പെട്ടിട്ട് അന്റെ അടുത്ത് 500 ഗ്രാം എന്റെ കേസ് എടുത്ത് അറിയുമ്പോൾ ഞാൻ ഡെയിലി പ്ലാസ്റ്റിക് എടുത്ത് ഫുൾപാത്ത് മാറ്റിയില്ലേ. ഫുൾപാത്ത് മാറ്റി. ഇപ്പൊ നിങ്ങൾ കുടിക്കാൻ ഞങ്ങൾക്ക് മാറ്റാണ്ട് കയ്യിലല്ല. എന്താ ചെയ്യാ? വഴിയൊന്നും ആർക്കും ഇതുവരെ തടസ്സം ഉണ്ടായില്ല. ഇനിയിപ്പോ ഇപ്പോഴത്തെ പുതിയ ഭരണാധികാരികൾക്ക് പ്രശ്നം വന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റാ? ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റാ. അതാണ്. നേരത്തെ മുൻകൂട്ടി ഒന്നും അറിയില്ല. ഓരോ ഓർഡറും ഇല്ല. മുൻകൂട്ടി ഒരു ഓർഡറും ഇല്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയെന്താ ഇത് കൊണ്ടുപോയി കളയണം. വേറെ ചെയ്യാം. ഇപ്പൊ എത്ര കാലം ഇവിടെ കച്ചവടം നടത്തും? നമ്മൾ 10-15 വർഷം ഇവിടെ കച്ചവടം ചെയ്തു. നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു? ഇല്ല, നേരത്തെ ഒന്നും പറഞ്ഞില്ല. മുൻകൂട്ടി ഓരോ ഓർഡറും ഇല്ല. പിന്നെ പോലീസുകാരനെ വന്ന അധികാരികൾ പറയും പിന്നെ എന്ത് ചെയ്യും? അവരെ വീറ്റോ പവർ കാണിക്കുന്നുണ്ടല്ലോ. അവരെ യൂണിഫോമിന്റെ വീറ്റോ പവർ കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും പേരെന്താ? അല്ല, എന്റെ പേര് പറഞ്ഞിട്ട് കാര്യമല്ല. നിങ്ങളിപ്പോ ലൈവായിട്ട് എല്ലാം അറിയുന്നുണ്ടല്ലോ. അതാ ഇനി പേര് വെച്ചിട്ട് അതിൽ പ്രസിദ്ധിയില്ല. ഇതിപ്പോ കൊണ്ടുപോയി കളയണം. വേറെ എന്ത് ചെയ്യാം? ഇത് പഴയല്ലേ. ഇതിപ്പോ വിൽക്കാൻ കഴിഞ്ഞാലും പിന്നെ എന്ത് ചെയ്യല്? ഇത് മുൻകൂട്ടി ഓർഡർ ചെയ്യുക. അങ്ങനെ ഒന്നും പാടില്ല. പച്ചക്കറി പാടില്ല, ഫ്രൂട്ട്സ് പാടില്ല, ഒന്നും വയ്യൊരു കച്ചവടം ഒന്നും പാടില്ല. ഇങ്ങനെ മൊത്തത്തിൽ ക്ലിയർ ചെയ്യും. നിങ്ങൾ ഒരു ചില്ലറ ഈ 1000 രൂപ കച്ചവടം ചെയ്യാൻ പിടിച്ചിട്ട് ഇത് അങ്ങനെ ആക്കും ഇങ്ങനെ ഞമ്മ എന്ത് ചെയ്യല്? ഞമ്മ കൊണ്ടേ എന്തായാലും ഉദ്യോഗസ്ഥരെത്തിയിട്ട് ഇപ്പൊ എന്ത് ചെയ്യാം? മൊത്തത്തിൽ എല്ലാം മാറി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? നമുക്കല്ലേ നഷ്ടം വരുന്നത്. നമ്മ വേറെ എന്താ ചെയ്യാം? വേറെ കച്ചവടത്തിന് പോയാൽ പറ്റുമോ പെട്ടെന്ന്? അങ്ങോട്ട് ആരും മുൻകൂട്ടി ഓർഡർ വേറെ മഞ്ഞാണ് വന്നിട്ട് വെറുതെ ഒന്ന് വാർഡ് പച്ചക്കറിമാര് പോയിട്ടായി. വേറെ ഒന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല. നോട്ടീസിലെ മൊത്തത്തിൽ വയ്യാർക്കാടെല്ലാം പറയാ. ഒന്നും വെക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞാൽ എടുത്ത് മാറ്റൂ. നമുക്ക് ഇത് വിറ്റിട്ട് വേണം വൈകുന്നേരം അയച്ചു പഠിക്കാൻ വേണ്ടി.
പിള്ളേർ പോയിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് വേണം. പിള്ളേർ വിദ്യാഭ്യാസം എല്ലാം നടത്തുന്നത് ഇതുകൊണ്ടാണ്. അല്ലാണ്ട് വേറെ നമുക്ക് പറയാൻ വരാനൊന്നുമില്ല. കമ്മീഷനും കൈക്കൂലിയും വരാനില്ല. ശരിയാണ്. ഓക്കെ. എന്താണ് ഇപ്പൊ ഒരു ജീവിക്കാനുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞ എല്ലാവരും നിങ്ങൾ ജീവിക്കാൻ ഒരു സൊല്യൂഷൻ പറഞ്ഞ പോലീസുകാരായാലും പിന്നെ നിങ്ങളായാലും മീഡിയ ആണായാലും മീഡിയ പിന്നെ റിപ്പോർട്ട് ചാനലായാലും ആരായാലും നിങ്ങളൊരു സൊല്യൂഷൻ പറയും. ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ വയ്യൊരു കച്ചവടക്കാർക്ക് ഒരു ജോലി ജീവിക്കാൻ വേണ്ടി വയ്യ നിങ്ങൾ ഒരു സൊല്യൂഷൻ കാണിച്ചാ ഇതെല്ലാം കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയിടാന് അതിന് സ്ഥലം കണ്ട നിങ്ങൾ കോർപ്പറേഷന് വലിയ സ്ഥലം ഉണ്ടല്ലോ കൊണ്ടുപോയി കളയും. ഇതെവിടെ കൊണ്ടുപോണ്ടല്ലോ എവിടെ കൊണ്ടുപോണ്ടേ? കണ്ണൂർ കോർപ്പറേഷനെ കൊണ്ടുപോയി എടുക്കണ്ടേ? ഇത് അധികാരം വരുമ്പോഴേക്ക് എല്ലാവരും വായി പൊത്തലാവും. എന്തിനു വായി പൊത്തുന്ന ആവശ്യം? സമ്മതം പറയാനാ.